ഈശോയുടെ പരിശുദ്ധ സാന്നിധ്യത്തിൻ്റെ മുമ്പിൽ അല്പസമയം കൂടി ഇരുന്ന് പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ വീണ്ടും ഈശോ നമുക്കൊരു വലിയ അനുഗ്രഹവും അവസരവും തന്നിരിക്കുകയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിക്കാം. സാധിക്കുന്നവരെല്ലാം മുട്ടിന്മേൽ ആരയിക്കുക. പ്രാർത്ഥന ഗാനത്തിൻ്റെ അകമ്പടിയോടുകൂടെ നമ്മുടെ ജീവനായ, നമ്മുടെ പ്രാണനായ, നമ്മുടെ സർവസ്വമായ, നമ്മുടെ സ്നേഹനിധിയായ ഈശോ ഒരിക്കൽ കൂടി നമ്മളെ കാണാൻ, നമുക്ക് കാണാൻ വേണ്ടി നമ്മുടെ അടുത്തേക്ക് എഴുന്നള്ളി വരികയാണ്. കരങ്ങൾ കൂപ്പിപ്പിടിച്ച് പ്രാർത്ഥന ഗാനത്തോട് ചേർന്ന് നമ്മുടെ ജീവന്റെ ജീവനായ, നമ്മുടെ സ്നേഹനിധിയായ, നമ്മുടെ സർവസ്വമായ ഈശോയെ നമുക്ക് ഒരു പ്രാർത്ഥനയോടുകൂടി ആരാധിക്കാം. ഈശോയുടെ സ്നേഹത്തെ അനുഭവിച്ചറിയാൻ വേണ്ടി ഈ ആരാധന സമയം നമുക്കായിരിക്കാം. സംഗീതവും നീ എൻ്റെ കോട്ടയും, നീ എൻ്റെ പ്രാണനാഥൻ, നീ എൻ ദൈവം. ചേർന്ന് പാടി ആരാധിക്കാം. ആരാധിക്കും ഞാൻ പൂർണ്ണ ഹൃദയമോടെ, തേടും നിൻ മുഖം ജീവകാലമെല്ലാം, സേവിച്ചിടും ഞാനിൻ സർവ്വവുമായി അടിയനിതാ. അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ ഈശോ, അടിയനിതാ. ഈശോയെ, എൻ്റെ സർവസ്വമായ എൻ്റെ നല്ല കർത്താവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ അങ്ങയുടെ സാന്നിധ്യത്തെ കാണുവാൻ, അങ്ങയോട് ചേർന്നിരിക്കാൻ വീണ്ടും അവസരം തന്നതിന്, അനുഗ്രഹം തന്നതിന്, അനുവാദം തന്നതിന് ഞങ്ങൾ ഒന്ന് ചേർന്ന് അങ്ങയെ ആരാധിക്കുന്നു, അങ്ങയെ സ്തുതിക്കുന്നു, അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. ഞങ്ങളുടെ നിലവിളികൾ കേൾക്കുന്ന, ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളുടെ വേദനകളിലും ഞങ്ങളുടെ കുരിശുകളിലും ഞങ്ങളുടെ സഹനങ്ങളിലും ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഈശോയെ, ഞങ്ങൾ ഒന്ന് ചേർന്നൊരു മനസ്സോടുകൂടി അങ്ങേ ആരാധിക്കുന്നു. പല സ്ഥലങ്ങളിൽ, പല ടൈം സോണുകളിലൊക്കെ ആണെങ്കിലും അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നു. അങ്ങയുടെ മക്കൾ ഒന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് 40-ാം സങ്കീർത്തനം 1-ാം വാക്യം. ഞാൻ എൻ്റെ കഷ്ടതകളിൽ കർത്താവിനെ നോക്കി നിലവിളിച്ചു, അവിടുന്ന് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. ഞാൻ ക്ഷമാപൂർവം കർത്താവിനെ കാത്തിരുന്നു, അവിടുന്ന് എന്നിലേക്ക് ചെവി ചായിച്ച് എൻ്റെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ട സൗരങ്ങൾ, ഈശോ ഇപ്പോൾ ആരാധിക്കുമ്പോൾ ഈ ഒരു ബോധ്യത്തോടുകൂടി ആരാധിക്കണം. ക്ഷമയോടെ കർത്താവിൻ്റെ പദ്ധതികൾ, കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നടക്കാൻ കാത്തിരിക്കും നമുക്ക് വേണ്ടി. നമ്മുടെ നേരെ ചെവി ചായിച്ച് ഹൃദയം തുറന്ന് നമ്മളെ കേൾക്കുന്നൊരു ദൈവത്തെ നമ്മൾ ആരാധിക്കുക. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഭീകരമായ ഗർത്തത്തിൽ നിന്ന്, കുഴഞ്ഞ ചേറ്റിൽ നിന്ന് അവിടുന്ന് എന്നെ കരകയറ്റി, എന്നെ കൈപിടിച്ചുയർത്തി ഉറപ്പുള്ള ഒരു പാറമേൽ നിർത്തി. എൻ്റെ കാൽ വഴുതുമ്പോഴും മുന്നോട്ട് പോകാൻ പറ്റാത്തപ്പോഴും എന്നെ പിടിച്ചുയർത്തി എന്നെ ഉറപ്പിച്ചു നിർത്തുന്ന എൻ്റെ ദൈവം, ആ ദൈവത്തെയാണ്
ആ രക്ഷകനെയാണ്, ആ ഈശോയാണ് നമ്മൾ ആരാധിക്കുക. ശിരസ് നമിക്കാം. ഈശോയുടെ മുമ്പിലേക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സഹനങ്ങളെയും വേദനകളെയും കൊടുക്കുക. എല്ലാ നന്ദികളും ഈശോയുടെ മുമ്പിൽ അർപ്പിക്കുക. ഇതുവരെ ഓരോ കുഴിയിൽ നിന്നും പിടിച്ചു കയറ്റിയതിന്, ഉറപ്പുള്ള പാറമേൽ നമ്മളെ നിർത്തിയതിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയെ ആരാധിക്കാം. ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കരങ്ങൾ രണ്ട് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. കണ്ണുകൾ തുറന്ന് ഈശോയെ കണ്ടുകൊണ്ട്, കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നൊഴുകുന്ന ശക്തിയാൽ, അങ്ങയുടെ തിരുമുറിവിൽ നിന്നൊഴുകുന്ന ശക്തിയാൽ എന്നെ ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നോമ്പുകാലത്തിന്റെ ആരാധന മണിക്കൂറുകളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ നൽകുന്ന ഒരു ശക്തിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കുരിശെടുത്ത് നടക്കാൻ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു ശക്തി, വേദനകൾ വന്നപ്പോൾ അതിനെ അതിജീവിക്കാൻ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു ശക്തി, മുട്ടിടിച്ച് വീഴുമ്പോഴും വീണ്ടും എഴുന്നേൽക്കാൻ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു ശക്തി. അപ്പാ, അതെനിക്കും തരണമേ, എൻ്റെ കുടുംബാംഗങ്ങൾക്ക്, എൻ്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം തരണമേ എന്ന് പ്രാർത്ഥിക്കും. കുരിശ് മരിക്കാൻ, ജീവൻ ബലി കഴിക്കാൻ, പാപങ്ങൾക്ക്, ദൈവജനത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്യാൻ ഈശോയ്ക്കുണ്ടായിരുന്ന ഒരു ശക്തി. കല്ലറയിൽ ഒതുക്കിയിട്ട് കഴിയുമ്പോഴും അവിടുന്ന് ഉയർത്തെഴുന്നേൽക്കാനുള്ള ഈശോയുടെ ശക്തി, ആ ശക്തി എനിക്ക് തരണമേ. നമുക്കത് കിട്ടുക കർത്താവിന്റെ സാന്നിധ്യത്തിൽ നിന്നാണ്. 105 സങ്കീർത്തനം 4 വാക്യം ഇങ്ങനെ വായിക്കുന്നുണ്ട് നമ്മൾ: അവിടുത്തെ ബലത്തെയും അവിടുത്തെ ശക്തിയെയും അന്വേഷിക്കുക, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. കർത്താവിന്റെ മുമ്പിൽ ആരാധനയ്ക്കിരിക്കുന്ന ഒരാൾ, അയാൾക്ക് എഴുന്നേക്കാനുള്ള ശക്തി കിട്ടും. മുട്ടിടിച്ച് വീണാലും അയാൾ എഴുന്നേക്കും. വിശുദ്ധ ഗ്രന്ഥത്തിന്റെ താളുകളിൽ യെശയ്യാ പ്രവാചകനിലൂടെ കർത്താവ് പറയുന്നുണ്ട്, തളർന്നു പോവില്ല, കഴുകനെ പോലെ ചിറകടിച്ചുയരുമെന്ന് പറയും. ആർക്കാണ് സാധിക്കുന്നത്? ഈശോയെ ആരാധിക്കുന്നവർക്ക്, ഈശോയുടെ തിരുമുഖ ദർശനം കിട്ടിയവർക്ക്. ഈശോ കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരാൾക്ക് തളർന്നു പോകാൻ പറ്റില്ല. കാരണം ഒരു നാളും കൈവിടാതെ, വിട്ടുകളയാതെ നമ്മളെ മുറുകെ പിടിച്ച് കൈപിടിച്ച് നടത്തി, ഈ കുഴഞ്ഞ ചേറ്റിൽ നമ്മളെ പിടിച്ചുയർത്തി ഉറപ്പുള്ള പാറമേൽ നിർത്തുന്ന തിരുസാന്നിധ്യത്തെയാണ് നമ്മൾ ആരാധിക്കുക. സങ്കീർത്തനം 9:10: കർത്താവിനെ അന്വേഷിക്കുന്നവരെ കർത്താവ് കൈവിടില്ല, അവർ നിരാശപ്പെടേണ്ടി വരില്ല. കർത്താവിനെ അന്വേഷിക്കുക, നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുക. 2 കരങ്ങളൊന്ന് ഈശോയിലേക്ക് നീട്ടി. കർത്താവെ, ബലം ചോർന്നു പോകുന്ന സമയങ്ങളുണ്ട്, ശക്തി ക്ഷയിച്ചു പോകുന്ന ചില സമയങ്ങളുണ്ട്, എന്ത് ചെയ്യണമെന്നറിയാതെ നെട്ടോട്ടം ഓടിപ്പോകുന്ന സമയങ്ങളുണ്ട്, ഉറക്കം കിട്ടാത്ത രാത്രികളുണ്ട്, പ്രതീക്ഷയില്ലാത്ത പകലുകളുണ്ട്. എന്ത് ചെയ്യണമെന്നോ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്നോ, ആരോട് സഹായം തേടണമെന്നോ അറിയില്ല. ഇന്ന് ഈ ആരാധന സാന്നിധ്യത്തിലേക്ക് കരങ്ങൾ നീട്ടിപ്പിടിച്ചതുപോലെ വീണുപോയ കുഴികളിൽ കിടന്നുകൊണ്ട് ഞാൻ നിലവിളിക്കുന്നുണ്ട്, കരമുയർത്തുന്നുണ്ട്. ആരെങ്കിലുമൊക്കെ എന്നെ കൈപിടിച്ചുയർത്തിയെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആരെയും കാണുന്നില്ല. ഈ കുഴിയിലേക്ക് എന്നെ പിടിച്ചിട്ടവരും ആ കുഴിയിൽ ഞാൻ വീഴുന്നത് കണ്ടവരും ആരും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. പിടിച്ചുയർത്താൻ ഒരാളില്ല. അങ്ങുണ്ട്, അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യത്തിലേക്കാണ് ഞാൻ വിശ്വാസത്തോടെ കരമുയർത്തുന്നത്. അങ്ങനെ പിടിച്ചുയർത്തും, ഉറപ്പുള്ള പാറമേൽ എന്നെ നിർത്തും, എന്നെ കൈവിടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വിശ്വാസം വളരാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ എല്ലാവരും കൂടെ ഒന്ന് ചേർന്നൊന്ന് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. അങ്ങയുടെ ശക്തിയും അങ്ങയുടെ ബലവും തരണമേ. അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്നൊഴുകുന്ന ശക്തി കൊണ്ട് എന്നെ ബലപ്പെടുത്തണമേ. എൻ്റെ കുടുംബത്തെ ബലപ്പെടുത്തണമേ. എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ, മാതാപിതാക്കളെ ഈശോയെ അങ്ങ് ബലപ്പെടുത്തണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ അങ്ങ് ബലപ്പെടുത്തണമേ. ശക്തി നൽകണമേ. അങ്ങേ തേടുന്നവരെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള ഉറപ്പിൽ കർത്താവേ, അങ്ങയുടെ നേരെ കരം നീട്ടി പിടിച്ചിരിക്കുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് ശക്തിപ്പെടുത്തണമേ. കൈവിടരുതേ കർത്താവേ. മുറുകെ പിടിച്ച് ഞങ്ങളെ നയിക്കണമേ കർത്താവേ. ആരാധന, ആരാധന. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. നല്ല ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഞാൻ വിശ്വസിക്കുന്നു കർത്താവേ.
ഒരു നാളും മറക്കുകയില്ല. നിന്റെ യേശു എത്ര നല്ലവൻ. ആവർത്തിച്ച് പാടി ആ വിശ്വാസം പ്രഖ്യാപിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. വിശ്വാസത്തോടെ പാടി പ്രാർത്ഥിക്കാം. ഒരു നാളും കൈവിടില്ല, ഒരു നാളും ഉപേക്ഷിക്കില്ല, ഒരു നാളും മറക്കുകയില്ല. എൻ്റെ യേശു എത്ര നല്ലവൻ. ഈശോയെ, ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കാം. അങ്ങേ ആരാധിക്കുന്ന ഈ സമയത്ത് ഈ ഒരു വിശ്വാസം ഞങ്ങളുടെ ഉള്ളിലേക്ക് നിറയട്ടെ. അങ്ങനെ കൈവിടില്ല, അങ്ങനെ അടുത്തെപ്പോഴും നിൽക്കും. അപ്പനും അമ്മ എന്നെ ഉപേക്ഷിച്ചാലും ഞാൻ നിന്നെ കൈവിടില്ല എന്നുള്ള ആ വചനം ഏറ്റെടുത്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാം. 145 സംഗീതത്തിന്റെ 18 വാക്യം ഇവിടെ സ്വരങ്ങളെ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവിനെ ആരാധിക്കുന്ന ഈ സമയത്ത് ആ തിരുമുറിവിലേക്ക്, ആ സ്നേഹ സാന്നിധ്യത്തിലേക്ക് എല്ലാ മുറിവുകളെയും സങ്കടങ്ങളെയും വെച്ചു കൊടുക്കുക. ഹൃദയം നുറുങ്ങി നിൽക്കുന്ന എനിക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥനാണ്. ആരാധനയിൽ തിരുവോസ്തിരൂപനായി മാത്രമല്ല, ജീവിക്കുന്ന ദൈവമായി ഓരോ നിമിഷവും ഞാൻ വേദനിക്കുമ്പോൾ, എൻ്റെ ഹൃദയം നുറുങ്ങുമ്പോൾ, ഹൃദയം നുറുങ്ങിയ എനിക്ക് എൻ്റെ കർത്താവ് സമീപസ്ഥനാണ്. ഹി സോ ക്ലോസ് ടു മൈ ബ്രോക്കൺ ഹാർട്ട്. എൻ്റെ ഹൃദയം ഇങ്ങനെ കീറി വിങ്ങി നിൽക്കുമ്പോൾ, പൊട്ടി നിൽക്കുമ്പോൾ, മറ്റാരും എന്നെ ആശ്വസിപ്പിക്കാനോ മുറിവുകൾ ഉണക്കാനോ ഈ കുഴിയിൽ നിന്ന് പിടിച്ചു കയറ്റാനോ ഇല്ലാത്ത സമയങ്ങളിൽ, ഉത്തരം കിട്ടാതെ ഞാൻ കൈവിരിച്ച് പിടിക്കുന്ന സമയങ്ങളിൽ, ഈസ് ക്ലോസ് ടു ദി ബ്രോക്കൺ ഹാർട്ടഡ്. എൻ്റെ ഹൃദയം കീറി നിൽക്കുന്ന സമയത്ത് അവൻ എനിക്ക് സമീപസ്ഥനാണ്. ഒറ്റ കാര്യം മാത്രമേ ഈശോ ആവശ്യപ്പെടുന്നുള്ളൂ, ഈശോയെ മാത്രം നോക്കാൻ. ഈ ഹൃദയം നുറുങ്ങി നിൽക്കുന്ന സമയത്ത് ആ ഹൃദയം നുറുക്കിയവരെ നോക്കരുത്, മുറിവേറ്റ ആ ഹൃദയത്തിലേക്ക് നോക്കരുത്. പകരം മുറിവേറ്റ തിരുഹൃദയത്തിലേക്ക് നോക്കുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക്, ഈശോയുടെ തിരുഹൃദയത്തിലെ തിരുമുറിവിലേക്ക് നോക്കുക. അവിടെ ഒഴുകുന്ന തിരുരക്തത്തുള്ളികൾ എന്നെ സൗഖ്യപ്പെടുത്തും, നമ്മുടെ പ്രിയപ്പെട്ടവരെ സൗഖ്യപ്പെടുത്തും, ബലപ്പെടുത്തും. ഈശോയെ മാത്രം നോക്കുക. ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കുരിശെടുക്കേണ്ടി വരുമ്പോൾ, സഹിക്കേണ്ടി വരുമ്പോൾ, വേദനിക്കുമ്പോൾ, നോമ്പിന്റെ ദിവസങ്ങൾ 50 ദിവസം കൊണ്ടൊന്നും തീരാത്തപ്പോൾ, ഇതിങ്ങനെ ഒരു മരുഭൂമി പോലെ ഉത്തരം കിട്ടാതെ അലയേണ്ടി വരുമ്പോൾ, ഒരു കാക്കച്ചിറകിന്റെ തണൽ പോലും ഇല്ലാതെ എങ്ങോട്ട് നീങ്ങണമെന്ന് അറിയാതെ വിഷമിക്കുന്ന സമയത്ത് just look at him. ആ തിരുഹൃദയത്തിലേക്ക് മാത്രം നോക്കുക. ഒരു കുഞ്ഞ് പ്രാർത്ഥിക്കുന്ന പോലെ ഇങ്ങനെ പ്രാർത്ഥിച്ചേക്കണം. ഈശോയെ, ഒരു തൂണ് പോലും ഇല്ലാതെ ഒരു ആകാശത്തെ താങ്ങി നിർത്തുന്ന നിനക്ക് താങ്ങാൻ, തണലാവാൻ ആരുമില്ലാത്ത എന്നെ താങ്ങിയെടുത്ത് നടക്കാൻ പറ്റില്ലേ? അത്ര നിഷ്കളങ്കമായിട്ട് ഈശോയോട് പ്രാർത്ഥിച്ചേക്കുക. എന്നെ താങ്ങാൻ ആരുമില്ല, എന്നെ തലോടാൻ ആരുമില്ല, എന്നെ എടുത്ത് നടക്കാൻ ഒരാളില്ല. ഒരാകാശത്തെ തൂണുപോലുമില്ലാതെ താങ്ങി നിർത്തുന്ന ഈശോയ്ക്ക്, കുഞ്ഞെ, ആരും താങ്ങായി തുണയായില്ലാത്ത നിന്നെ ഏറ്റെടുക്കാൻ, നിന്നെ ഉയർത്തിയെടുക്കാൻ വേണ്ടി പറ്റും. അവനെ മാത്രം നോക്കിയേക്ക്. മറ്റാരിലേക്കും ദൃഷ്ടി പോവാതെ, മറ്റാരെയും ആശ്രയിക്കാതെ, എനിക്കെൻ്റെ ഈശോ ഉണ്ട്. അവൻ എത്ര നല്ലവൻ, അവൻ എത്ര വലിയവൻ, ബോധ്യം മാത്രം മതി. പ്രാർത്ഥിക്കാം. മനോഭാരത്താലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോ, എൻ്റെ യേശു എത്ര നല്ലവൻ. ഒരുമിച്ച് പാടി പ്രാർത്ഥിക്കാം. മനോഭാരത്താൽ ഞാനലഞ്ഞ്, മനോവേദനയാൽ നിറഞ്ഞ്, മനമുരുകി ഞാൻ കരഞ്ഞിടുമ്പോൾ,
സങ്കീർത്തനം, പർവ്വതങ്ങളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. സർവത്തെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന കർത്താവിൽ തന്നെ. സങ്കീർത്തകൻ നമുക്ക് ബോധ്യം തരികയാണ്. പർവ്വതങ്ങളിലേക്ക് ശിരസ്സുയർത്തുക, ആകാശത്തേക്ക് നോക്കി നിൽക്കുക, കൊടുമുടികളിലേക്ക് നോക്കി നിൽക്കുക എന്നുള്ളതല്ല. ഈ കൊടുമുടികൾക്കും പർവ്വതങ്ങൾക്കും ഒക്കെ സൃഷ്ടാവായ, ആകാശത്തിന്റെ അതിരുകളിൽ എവിടെയോ മറഞ്ഞു നിൽക്കുന്ന ഒരു ദൈവമല്ല, ആകാശത്തെ താങ്ങി നിർത്തുന്ന ഒരു ദൈവത്തെ മാത്രം നീ നോക്കുക. പർവ്വതങ്ങളിലേക്ക് ഞാൻ ശിരസ്സുയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? ബോധ്യത്തോടെ ദൈവമക്കൾ പറയണം, എനിക്ക് സഹായം എൻ്റെ സൃഷ്ടാവിൽ നിന്ന്, എൻ്റെ കർത്താവിൽ നിന്ന്, എൻ്റെ ഈശോയുടെ സ്നേഹത്തിൽ നിന്ന് എനിക്ക് ശക്തി വരുന്നു. പീഡാസഹനങ്ങളോ വേദനകളോ കുരിശാരോഹണങ്ങളോ മരണം പോലുമോ നമ്മുടെ മുമ്പിൽ വന്നാലും, എത്ര പടുകുഴിയിലേക്ക് വീണുപോയാലും, ആ പടുകുഴിയിൽ നിന്ന് ഞാൻ നോക്കുന്നത്, നിങ്ങൾ നോക്കുന്നത് ഒറ്റയാളെ ആയിരിക്കണം. പർവ്വതങ്ങളിലേക്ക് ശിരസ്സുയർത്തി ഈശോയെ മാത്രം നോക്കുക. നിലവിളിക്കുന്നുണ്ടെങ്കിൽ അവനെ മാത്രം നോക്കി നിലവിളിക്കുക. ഈശോ പോലും കുരിശിൽ കിടന്നുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഒരു വലിയ ഉദാഹരണം കാണിച്ചിരുന്നില്ലേ? മത്തായി സുവിശേഷം 27-ാമത്തെ അധ്യായത്തിൽ കർത്താവ് ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്, എൻ്റെ അപ്പ എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞു? അതൊരു നിരാശയുടെ നിലവിളിയല്ല. 22-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരു പ്രത്യാശയുടെ കീർത്തനമാണ്. ഒരു ബോധ്യം ഈശോ നമുക്ക് തരികയാണ്. എത്ര വലിയ കുരിശിൽ കിടക്കുമ്പോഴും, എത്ര പടുകുഴിയിലേക്ക് നീ വീണു പോകുമ്പോഴും ആരെ നോക്കി നിലവിളിക്കണം? മറ്റാരെയും നോക്കിയല്ല, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ എന്ന് മാത്രം നോക്കി നിലവിളിക്കും. ഗാഗുൽത്തായിൽ മുഴങ്ങിക്കേട്ട ഒരു സ്വരം, കുരിശിന്റെ മുകളിൽ നിന്ന് കേട്ടൊരു സ്വരം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. 40-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നതും ധ്യാനിക്കുന്നതും അതാണ്. ഈ കുഴിയിൽ കിടന്നുകൊണ്ട്, ഈ കുഴഞ്ഞ ചേറ്റിൽ കിടന്നുകൊണ്ട് ഞാൻ എൻ്റെ കർത്താവിനെ നോക്കി നിലവിളിക്കുന്നു. അവിടുന്ന് ചെവി ചായിച്ച് എനിക്ക് ഉത്തരം നൽകുന്നു. തീച്ചൂളയിൽ വീണ് കിടക്കുന്ന 3 ചെറുപ്പക്കാർ, ഷദ്രാക്ക്, മെഷാക്ക്, അബദ്നഗോ, ആ തീച്ചൂളയിലേക്കല്ല, കത്തിക്കാൻ വേണ്ടി അവർ ഇട്ടുകൊടുത്ത ചതിയന്മാരെയല്ല, കൽപ്പന പുറപ്പെടുവിച്ച നെബൂഖദ്നേസറിനെ അല്ല, അവര് ഈ തീച്ചൂളയിൽ നിന്ന് ഞങ്ങളെ പിടിച്ചു കയറ്റാൻ പറ്റുന്ന ദൈവത്തെ മാത്രം നോക്കി നിലവിളിക്കുകയല്ല, ആരാധിച്ചു കൊണ്ടിരുന്നു. ഒരു തീപ്പൊള്ളലേൽക്കാതെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് പൊന്നുതമ്പുരാൻ ആ കുഞ്ഞുമക്കളെ, ആ യുവജനങ്ങളെ ചേർത്ത് പിടിച്ചു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളും, എന്തെങ്കിലുമൊക്കെ തീച്ചൂളയിലോ പട്ടുകുഴിയിലോ ജീവിതം നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവന്ന ചതിക്കുഴികളിലോ ഒക്കെ വീണ് പോയിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഈശോയെ ആരാധിക്കുന്ന ഈശോയുടെ പ്രിയപ്പെട്ട യുവജനങ്ങൾ, നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു കുഴിയിലേക്ക് ആരെങ്കിലുമൊക്കെ നിങ്ങളെ പിടിച്ചിട്ട് ഒരു ചതി നടത്തി നിങ്ങളുടെ ജീവിതം മുഴുവൻ കണ്ണുനീര് കൊണ്ട് മൂടിക്കളഞ്ഞെങ്കിൽ, അവിടെ നിന്ന് നീ നിലവിളിക്കേണ്ടത് ചതിച്ചവരെ, വേദനിപ്പിച്ചവരെ, പറ്റിച്ചവരെ, വാഗ്ദാനം നൽകി തിരിഞ്ഞു നിന്നവരെ അല്ല. ലുക്ക് അറ്റ് ഹിം ആൻഡ് കോൾ ഓൺ ടു ഹിം. ഈശോയെ മാത്രം നോക്കി നിലവിളിക്കുക. കരയുന്നുണ്ടെങ്കിൽ കർത്താവിനെ നോക്കി കരയുക. വേണമെങ്കിൽ സങ്കടത്തോടെ ഇങ്ങനെ പ്രാർത്ഥിച്ചോണം, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടോ? 22-ാം സങ്കീർത്തനത്തിൽ പ്രാർത്ഥിക്കുന്ന പോലെ അങ്ങനെ കൈവിടില്ല. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങിൽ പ്രത്യാശ അർപ്പിച്ചു, അങ്ങ് അവരെ രക്ഷിച്ചു. ഈ പട്ടുകുഴിയിൽ കടന്നുകൊണ്ട്, ഈ കുരിശിൽ കടന്നുകൊണ്ട് ഈശോയുടെ ഒരു കുഞ്ഞുമകൻ, കുഞ്ഞുമകൾ, നീ പ്രാർത്ഥിക്കുമ്പോഴും നിനക്കുള്ള ഉത്തരവ് ഇതാണ്: നിന്നെ ചുറ്റും നിന്നവർ ചീന്തി അറിയാൻ ശ്രമിച്ചാലും, നിന്റെ വസ്ത്രം 4ആയി ഭാഗിച്ചെടുത്താലും, നിന്റെ അസ്ഥികൾ എണ്ണാൻ പറ്റുന്ന രീതിയിൽ നിന്നെ വേദനിപ്പിച്ചാലും, ശരീരം കീറി മുറിയുന്നതിനേക്കാൾ വലുതായി നിന്റെ മനസ്സവർ കീറി കുത്തി നോവിച്ചാലും, നീ നിലവിളിക്കുന്നത് കർത്താവിനെ നോക്കിയിട്ടാണെങ്കിൽ, നിനക്കും ഇതുവരെ നിന്നെ സഹായിച്ച ദൈവം നിന്നെ പൊതിഞ്ഞു പിടിച്ച് ഈ കുഴിയിൽ നിന്ന് എടുത്തുകൊണ്ട് നെഞ്ചിൽ ചേർത്ത് പിടിച്ച് തോളിലെടുത്ത് നിന്നെ മുന്നോട്ട് നയിക്കുമെന്നുള്ളത് വചനം നമ്മുടെ മുമ്പിൽ തരുന്ന വലിയൊരു സാക്ഷ്യമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിനെ മാത്രം നോക്കിയേക്ക്. ഈ പടുകുഴിയിൽ കിടന്നുകൊണ്ട് കർത്താവിനെ മാത്രം നോക്കി നിലവിളിക്കുക. യോനാ പ്രവാചകനെ കുറിച്ച് നമ്മൾ വായിക്കുന്നില്ലേ? മത്സ്യത്തിന്റെ വയറ്റിലായിരിക്കുമ്പോൾ ഇങ്ങനെ കിടന്ന് നിലവിളിക്കുന്നുണ്ട്, പാതാളത്തിന്റെ ആഴങ്ങളിൽ നിന്ന് ദൈവമേ, ഞാൻ നിന്നെ നോക്കി നിലവിളിക്കുന്നു. എന്റെ അവസാനമായി എന്റെ സങ്കടങ്ങൾ എന്നെ വിഴുങ്ങിക്കളഞ്ഞു, കടൽ എന്നെ മുക്കിക്കളഞ്ഞു, പാതാളം എൻ്റെ മേൽ ഒരു പാശം, ഒരു മരണപാശം മുറുക്കിയിരിക്കുന്നു. പക്ഷേ ശ്വാസം മുട്ടുമ്പോഴും, നെഞ്ചുപടയുമ്പോഴും, ചോരത്തുള്ളിത്തുള്ളികളായിട്ട് വീഴുമ്പോഴും, എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാത്ത ഈ സാഹചര്യങ്ങളിലും ഈശോയെ, ഞാൻ നിന്നെ മാത്രം നോക്കി നിലവിളിക്കുന്നു. പാതാളത്തിന്റെ ആഴങ്ങളിൽ നിന്ന്, പടുകുഴിയിൽ നിന്ന് എൻ്റെ മേൽ ഉയരുന്ന തിരമാലകളെ നോക്കാതെ, എൻ്റെ മേൽ പടർന്നു പന്തലിക്കുന്ന അഗ്നിജ്വാലകളുടെ ആ തീപ്പൊള്ളലിന്റെ ആഘാതം നോക്കാതെ, ഞാൻ നിന്നെ മാത്രം നോക്കി നിലവിളിക്കുകയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ വിളിച്ചതുപോലെ വിളിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിന്റെ ഗാഗുൽത്താകളിൽ, നിന്റെ ജീവിതത്തിന്റെ കുരിശാരോഹണങ്ങളിൽ നീ മറ്റാരെയും നോക്കി നിലവിളിക്കല്ലേ കുഞ്ഞെ. ഉത്തരം കിട്ടില്ല.
കളിയാക്കലുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ വരിക. നീ കരയുന്നത് എന്തിനെന്ന് മനസ്സിലാക്കാത്ത ആളുകൾ നീ കള്ളക്കണ്ണീരാണ് പൊഴിക്കുന്നത് പറയും. നിന്റെ കവിളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീരൊന്ന് തുടച്ചു നീക്കാൻ നിൽക്കാതെ, എന്തു പറ്റിയെന്ന് ചോദിക്കാതെ, നിന്റെ സങ്കടത്തിന് ചിലപ്പോ വേദന കൂട്ടുന്ന രീതിയിൽ ഈ ഗാഗുൽത്തായിൽ നിന്റെ മേൽ വീണ്ടും ആണികൾ വീഴും. നിന്റെ ശിരസിൽ വീണ്ടും ചിലപ്പോ മുൾമുടി ചുറ്റപ്പെടും. നിനക്ക് അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഒരു കുരിശോട് ചേർത്തവര് നിന്നെ തറയ്ക്കും. പക്ഷേ ആ കുരിശിൽ കടന്നുകൊണ്ട് നീ ഈശോയെ മാത്രം വിളിക്കണം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. രണ്ട് കരകളും ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിക്കും. പ്രിയപ്പെട്ട മക്കൾ, ഇന്ന് കടന്നു പോകുന്നത് ഏത് ഗാഗുൽത്തായുടെ അനുഭവങ്ങളായാലും, ചെയ്യാത്തൊരു തെറ്റിന്റെ പേരിൽ നീ എന്നൊരു കുരിശാരോഹണത്തിൽ നിൽക്കുകയാണെങ്കിൽ, ചുറ്റും നിൽക്കുന്ന ആളുകൾ നിന്നെ ആട്ടിത്തുപ്പി പുറത്താക്കുമ്പോഴും, നീ ചെയ്യാത്തതെല്ലാം നിന്റെ മേൽ ആരോപിച്ചപ്പോഴും, നിന്നെ വെല്ലുവിളിക്കുമ്പോഴും, ഇറങ്ങി വാ എന്നൊക്കെ പറഞ്ഞ് നിന്നെ വെല്ലുവിളിക്കുമ്പോഴും തോറ്റുകൊടുക്കരുതേ. നീ നിനക്ക് ശക്തി ഉണ്ടെങ്കിൽ, നീ ദൈവത്തിന്റെ കുഞ്ഞാണെങ്കിൽ, നീ ആശ്രയിച്ചെങ്കിൽ ഈ വേദനയൊന്ന് അതിജീവിച്ചു വാ എന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പോലും ആരെങ്കിലും ഒക്കെ സംശയത്തിന്റെ വെല്ലുവിളികൾ നടത്തുന്നുണ്ടെങ്കിൽ തോറ്റുകൊടുക്കരുതേ. ഒറ്റ വിളി മാത്രമേ ഉള്ളൂ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ. എന്തുകൊണ്ട് എന്നെ കൈവിടിഞ്ഞെന്നല്ല, നീ എന്നെ കൈവിടില്ലെന്ന് എനിക്കറിയാം. കാരണം ഞാൻ വിളിക്കുന്നത് അപ്പാ അങ്ങേ മാത്രമാണ്. കരങ്ങൾ രണ്ട് ഈശോയിലേക്ക് നെറ്റിപ്പിടിച്ച് സകല ഗാഗുൽത്ത അനുഭവങ്ങളെയും വേദനകളെയും കൊടുത്തുകൊണ്ട് ദൈവമക്കൾ ഒന്ന് ചേർന്ന് ഒരിക്കൽ കൂടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, ആരാധന, ആരാധന. അപ്പാ ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. ഈശോയെ ആരാധന, താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താ മലയിൽ നിന്നും വിലാപത്തിൻ മാറ്റുലി കേൾക്കൂ. ദൈവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധം എന്തു ഞാൻ ചെയ്തു. പ്രിയപ്പെട്ട മക്കൾ എല്ലാവരും ഒന്ന് ദൈവസ്ഥാനത്തിൽ മുട്ടിന്മേലായിരിക്കാമോ? ചെയ്യാത്തൊരു കുറ്റത്തിന്റെ പേരിൽ ഇന്നൊരു വേദനയിൽ നിന്നുകൊണ്ടാണ് നീ ആരാധനയിൽ പങ്കെടുക്കുന്നെങ്കിൽ, കുഞ്ഞെ, ഞാൻ എന്ത് തെറ്റ് ചെയ്തോ എന്ന് അപ്പനോടോ അമ്മയോടോ ജീവിത പങ്കാളിയോടോ പ്രിയപ്പെട്ടവരോടോ ചുറ്റും നിൽക്കുന്നവരോടൊക്കെ ചോദിച്ചിട്ട് അവരൊരു ഉത്തരം തരുന്നില്ലെങ്കിൽ, ഒരു വലിയ തെറ്റിദ്ധാരണയുടെ മുൾമുന ഏറ്റ് വേദനിച്ച് നിൽക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈശോയുടെ കുഞ്ഞ്, ഈശോയുടെ ആശീർവാദം ഇപ്പോൾ സ്വീകരിച്ചു. ഈ ഗാഗുൽത്തായിൽ നീ നിലവിളിച്ചത് അവൻ കേട്ടിട്ടുണ്ട്. മറ്റാരും അത് കേട്ടിട്ടില്ല, മറ്റാരും കണ്ടിട്ടില്ല, ആർക്കും അത് മനസ്സിലായിട്ടില്ല. ഞാൻ എന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് പ്രിയപ്പെട്ടവരുടെ മുമ്പിൽ നിങ്ങളെ നെഞ്ച് തല്ലി നിലവിളിച്ചപ്പോൾ കേട്ടത് അവരല്ല, കേട്ടത് ഈശോയാണ്. കുരിശിൽ കിടന്നുകൊണ്ട് ഈശോ അത് കേട്ടു. ആ ഈശോ നിന്നെ ഇപ്പം അനുഗ്രഹിക്കാൻ വേണ്ടി ഒരുങ്ങാണ്. മുട്ടന്മേലായിരിക്കാൻ രണ്ട് കരങ്ങൾ ഈശോയിലേക്ക് ഒരിക്കൽ കൂടി നീട്ടിപ്പിടിച്ച്, കർത്താവെ, മുറിവേറ്റ നിന്റെ കരങ്ങളാൽ എൻ്റെ ജീവിതത്തിന്റെ വേദനകളെയും ഗാഗുൽത്ത അനുഭവങ്ങളെയും ഒക്കെ നീ സൗഖ്യപ്പെടുത്തണേ. പ്രാർത്ഥിച്ചുകൊണ്ട് ശക്തമായിട്ടൊന്ന് സ്തുതിച്ച് ഈശോയുടെ അനുഗ്രഹം, ആശീർവാദം സ്വീകരിക്കാം. സകല കണ്ണുനീരുകളെയും സകല വേദനകളെയും മുടക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം നമ്മെ ശക്തിപ്പെടുത്തട്ടെ, സൗഖ്യപ്പെടുത്തട്ടെ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന. യാഗെന്ന ദൈവത്തിനാരാധന, ആരാധന, ആരാധന. ആത്മാവിലും സത്യത്തിൽ
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും